അരമുറി ട്രൗസർ ഇട്ട് കണ്ണകിയിൽ RSS ശാഖയിൽ നടക്കുമ്പോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ RSSകാരും BJPക്കാരും കരുതണ്ട. നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവും സമ്പത്തിന്റെ എല്ലാ ഗർവും ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടിയെടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ പാലക്കാട്ടെ RSSകാരും BJPക്കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ ആണായി പിറന്നവനൊന്നും ബാക്കിയില്ലാന്ന് എനിക്ക് അതിനകത്ത് ആംബിയറുള്ള ഒരുത്തരും ബാക്കിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അതിനകത്ത് ചുമതലയിരിക്കുന്ന ഒരുത്തനും ആംബിയറുള്ള ഒരുത്തനുമില്ലാന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട്, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന നേതാവിന്റെ പിന്തുണ കണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് ഒലത്തിക്കളയാമെന്ന് പാലക്കാട്ടെ BJP നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത്? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ 4 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ള പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പൊ കേവലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, മറിച്ച് പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ചയച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്നാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കട BJP നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങൾ ഇന്നിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സധൈര്യം കടന്നു വന്നിരിക്കുകയാണ്. ഈ അക്രമത്തിന്റെ, കയ്യൂക്കിന്റെ, വയലൻസിന്റെ രാഷ്ട്രീയത്തിനെതിരായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ. പക്ഷെ സധൈര്യമാണ് കടന്നു വന്നിട്ടുള്ളത്. SI പറയുക, സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്ന്. ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ SIയും അങ്ങനെ ആർജവമുള്ള ഏതെങ്കിലും പോലീസുകാരുടെ വന്നിട്ട് തൊട്ട് നോക്കട്ടെ. അവന്റെ മുഖം വെട്ടിട്ടുണ്ടല്ലോ, ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ. എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടേ? മുഖം അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ അടിച്ചു പൊളിക്കുമെന്ന്. എന്നാ ഞങ്ങൾ വെല്ലുവിളിക്കുക. പുറത്തൊന്നും പോകണ്ട, പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവന്റെ മുഖത്തൊന്ന് തൊട്, പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നു. ഒന്ന് തൊട്ട് കാണിയില്ല. ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങളെല്ലാവരും കണ്ടല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ചു നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്തു കാണിര്. കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ ആ കാലുറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്, ഒന്ന് എടുത്തു കാണിര്. അങ്ങനെ എന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ? BJPക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ. ഞാനെങ്കിൽ അടുത്ത ആള് വരും. എന്നാ ഇവിടുന്ന് തല പോയിട്ട് അവര് ബാക്കി ഉണ്ടാക്കട്ടെ.